എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബിന്ദു രാജേഷ്. UAE നാട് കടത്തപ്പെട്ട ഒരു പാവം പറവൂരുകാരി. നമ്മുടെ കൂട്ടക്ഷരങ്ങളിൽ ചോറും കറിയും എന്നൊരു വിഷയത്തെക്കുറിച്ച് എഴുതാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ചിന്തകൾ, അതിനെക്കുറിച്ച് 2 വാക്ക് പറയാൻ വന്നതാണ്. ഇനി പറഞ്ഞു വരുമ്പോൾ ഇത് 2 വാക്കല്ലല്ലോ എന്നൊന്നും പറയരുത്, അതൊക്കെ ഒരു ഭംഗി വാക്കാണ്. ഈ ചോറും കറിയും ഭാര്യയും ഭർത്താവും പോലെയാണ്. അതായത് നമുക്ക് ഈ ചോറ് വെറുതെ കഴിക്കാം, വെറുതെ വരി കഴിക്കാം, കറിയും വെറുതെ കഴിക്കാം. പക്ഷേ ഇത് രണ്ടും കൂടെ കൂട്ടിക്കുഴച്ചൊക്കെ കഴിക്കുമ്പോഴാണ് ഒരു രസവും, കഴിച്ച് കഴിയുമ്പോൾ ഒരു സംതൃപ്തിയൊക്കെ. ഈ ചോറ് ചിലപ്പോൾ കുറച്ച് വേവ് കുറഞ്ഞെന്ന് വരാം, കറിക്ക് ഉപ്പും പുളിയും എരിവും ഒക്കെ കുറച്ച് കൂടിയും കുറഞ്ഞൊക്കെ ഇരുന്നെന്ന് വരാം. പക്ഷെ അതൊക്കെ ഒന്നങ്ങ് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങ് പോയാൽ വലിയ കുഴപ്പമില്ല, അതൊക്കെ അങ്ങ് പോകും. അതുപോലെ ഈ ഭാര്യയും ഭർത്താവും ഇങ്ങനെ ഒരുമിച്ച് ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റിലൂടെയൊക്കെ അങ്ങ് പോവുകയാണെങ്കിൽ ഈ ദാമ്പത്യവും വലിയ കുഴപ്പമില്ലാതൊക്കെ അങ്ങ് പോകും. ഇനിയിപ്പോൾ ഈ ചോറ് തീരെ വെന്തിട്ടില്ല, നിറയെ കല്ലും മണ്ണുമാണ്, കഴിച്ച് കഴിഞ്ഞാൽ വയറിന് പ്രശ്നം വരും. അതുപോലെ കറി ഉപ്പും പുളിയും എരിവും എല്ലാം ഭയങ്കര കൂടുതൽ വായിൽ വെക്കാൻ നിവർത്തിയില്ല എന്നൊക്കെ ആണെങ്കിൽ എന്താ വേണ്ടതെന്ന് അപ്പോഴത്തെ വിശപ്പിൻ്റെ അവസ്ഥയും സാഹചര്യവും ഒക്കെ വെച്ചിട്ട് തീരുമാനിക്കുക. ഇതിപ്പോൾ നമ്മുടെ എഡിറ്റർജിയാണ് പറയണമെങ്കിൽ ആൾ പറയും ഇത് ഐൻസ്റ്റീനോ ന്യൂട്ടനോ ഷേക്സ്പിയറോ ആരെങ്കിലും പറഞ്ഞതാണ്, അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതം ചോറും കറിയും പോലെ എന്നെഴുതി വെച്ച് അതിൻ്റെ ഇടയിൽ വല്ല മാർഗരറ്റ് ചെക്കോസ്ലോവാക്യ എന്നൊക്കെ എഴുതും. നമുക്കിതൊന്നും അറിയില്ലല്ലോ. പക്ഷേ ഞാൻ അങ്ങനെ ഒന്നും പറയില്ല, ഇതൊക്കെ ഞാൻ തന്നെ പറഞ്ഞതാണ്. ഇവിടെ UAE പെരുമഴ പെയ്തപ്പോൾ എൻ്റെ തലേന്ന് 5-6 കിളികൾ പറന്നുപോയി. അപ്പോൾ എനിക്ക് വന്ന ചിന്തകളാണ്. അപ്പോൾ ഇനിയും കിളികൾ പറക്കുമ്പോൾ ഇനിയും വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.